അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. മാന്യ പഠിതാക്കളെ, ഇന്ന് നാം പഠിക്കാൻ അഥവാ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ കാഫിറൂനാണ്. സൂറത്തുൽ കാഫിറൂൻ 109 അധ്യായമാണ്. ഇതിൽ 6 വചനങ്ങളാണുള്ളത്. ഇത് മക്കയിലാണ് അവതരിച്ചത്. ഈ സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത് ടൈറ്റിൽ എടുത്തിരിക്കുന്നത് 1-ാമത്തെ ആയത്തിൽ നിന്നാണ്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ആ കാഫിറൂൻ എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സൂറക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. സൂറ കാഫിറൂൻ പാരായണം ചെയ്യുന്നത് മൂലം പാപങ്ങൾ കഴുകിക്കളയുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഓതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും. പിന്നെ ഇത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഓതാൻ കൽപ്പനയുണ്ട്. ഷിർക്കിൽ നിന്നും കുഫ്രിൽ നിന്നും മാറി നിൽക്കാനുള്ള കൽപ്പനയും ഈ സൂറത്തിലുണ്ട്. ഇനി നമസ്കാരത്തിന് ഏതെല്ലാം നമസ്കാരത്തിലാണ് ഈ സൂറ ഓതേണ്ടതെന്ന് നാം ഇഖ്ലാസ് സൂറ പഠിപ്പിച്ചപ്പോൾ മനസ്സിലാക്കി. അതായത് നമസ്കാരത്തിൽ ഫജ്ർ നമസ്കാരത്തിൻ്റെ മുമ്പ് സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതും. അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തിലും ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതണം. കൂടാതെ വിത്ർ നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മയും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 3-ാമത്തെ റക്അത്തിൽ, അതായത് ഒറ്റപ്പെട്ട അവസാനത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതൽ സുന്നത്തുണ്ട്. ഈ കൂടാതെ നാം ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ തവാഫ് കഴിഞ്ഞ ശേഷം മഖാമുൽ ഇബ്രാഹിമിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതൽ സുന്നത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ സൂറത്തിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഓതേണ്ടതെന്ന് നമുക്കറിയാലോ, നമ്മൾ പഠിച്ചതല്ലേ. പിന്നെ ആദ്യം ഫാത്തിഹ ഓതി, പിന്നെ സൂറത്തുൽ കാഫിറൂൻ ഓതി, പിന്നെ ആമന റസൂൽ ഓതി, അതിൻ്റെ മുമ്പ് ആയത്തുൽ കുർസി ഓതി, പിന്നെ വരുന്നത് ഈ സൂറത്തുൽ കാഫിറൂനാണ്. സൂറത്തുൽ കാഫിറൂൻ ഓതി കഴിഞ്ഞ ശേഷമാണ് ഇഖ്ലാസും അതുപോലെ തന്നെ ഫലക്കും സൂറത്തുൽ നാസും ഓതി ഓതിയ ശേഷം കയ്യിലൂതി മേലെ ഒന്നാകെ തടവണം. അത് 3 പ്രാവശ്യം ചെയ്യണം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഈ സൂറത്തുൽ കാഫിറൂൻ ഖുർആൻ്റെ 4/1 ഭാഗം ആകുന്നു. സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പറഞ്ഞ് 3/1 അല്ലേ? 3/1 ഒരു കുൽഹു അല്ലാഹു അഹദ് ഓതിക്കഴിഞ്ഞാൽ, ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് 3/1 പ്രതിഫലം കിട്ടും. ഇവിടെ ഈ സൂറത്തിൽ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4/1, അഥവാ 1/4 ഭാഗം. ഒരു പ്രാവശ്യം ഓതിയാൽ 1/4 ഭാഗം വിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കിയതിനുള്ള പ്രതിഫലമാണ് ലഭിക്കുക. ഇനി അപ്പോൾ ഇതൊക്കെ തന്നെ പ്രത്യേകതകളാണ്. ഇനി ഇത് അവതരിക്കാനുള്ള പാശ്ചാത്തലം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ സൂറ പിന്നെ ഇങ്ങനെ അവതരിപ്പിക്കാൻ ഒരു ചെറിയ പ്രത്യേക പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതെന്താണ്? ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം. ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവങ്ങളെ ഞങ്ങളും ആരാധിക്കാം. എന്നാൽ നിൻ്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകാമല്ലോ. അള്ളാഹുവിനോട് മറ്റൊന്നിനും പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതേ തുടർന്നാണ്
എന്തുണ്ടായത്? ഖുറൈശികൾ ഇങ്ങനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്താണ് ഈ സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചത്. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ്റെ അവതരണ പാശ്ചാത്യം ഇതാണ്. മാത്രമല്ല അവർ പറഞ്ഞു, സമ്പത്തും ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ വലിയൊരു ഭാഗവും ഞങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളെയും നിനക്ക് വിവാഹം ചെയ്തു തരാം. ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്താക്കരുത്, വിമർശിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആര്? ഖുറൈശികൾ. ഞങ്ങളുടെ ദൈവങ്ങളെ വിമർശിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞും കൊണ്ട് ആണല്ലോ ഈ സൂറത്തുൽ കാഫിറൂൻ്റെ അവതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്കതായ മറുപടി കൊടുത്തു. എന്തെല്ലാം പറഞ്ഞു? കാഫിറൂൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ? സത്യനിഷേധികൾ എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് മൂമിൻ. മൂമിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. ഇതിൽ നമ്മൾ പരിശോധിച്ചാൽ രണ്ട് ഘടകങ്ങൾ മനസ്സിലാക്കും. ഒന്ന് സൂറത്തുൽ കാഫിറൂനിലുള്ള ഒരു ഘടകവും മറ്റേത് സൂറത്തുൽ ഇഖ്ലാസിലുള്ള മറ്റൊരു ഘടകവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ല യുടെ പരിരക്ഷണം ഈ സൂറത്തിനുണ്ട്. അതായത് ലാ ഇലാഹ്, ഒരു ഇലാഹുമില്ല. പിന്നെ പറഞ്ഞത് ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണമാണ് പിന്നെ നമ്മൾ എന്തിൽ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ സൂറത്തുൽ കാഫിറൂനെ സംബന്ധിച്ചും ഇല്ലല്ലാഹ് എന്നുള്ളത് സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ചുമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് സൂറകളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്ന് ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്താക്കണം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളത് ഇഖ്ലാസിലാണ് വിവരിക്കുന്നത്. അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന ശക്തമായ കൽപ്പനയാണ് എന്തിലുള്ളത്? സൂറത്തുൽ കാഫിറൂനിലുള്ളത്. അള്ളാഹുവിൻ്റെ കൂടെ മറ്റു പല ദൈവങ്ങളെയും ആരാധിച്ചവരാണ് ആര്? ഖുറൈശികൾ. അള്ളാഹുവിനെ ആരാധിക്കുന്നു, ഒപ്പം മറ്റുള്ള ലാത്ത, ഉസ്സ ഇവരെയൊക്കെ തന്നെ എന്താ അവരാരാധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു. ഖുറൈശികൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഇഷ്ടപാത്രമായ ദൈവങ്ങളെ, അതായത് ലാത്ത, ഉസ്സ ഇവരെയൊക്കെ എന്താണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. എല്ലാവരും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സൂറയാണ് സൂറത്തുൽ കാഫിറൂൻ. ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് പ്രവേശിക്കാം, അതിൻ്റെ മായന ഒന്ന് പരിശോധിക്കാം, പിന്നെ അതിനുശേഷം തജ്വീദ് നിയമങ്ങളും പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഖുൽ നബിയെ നീ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ സംബോധന ചെയ്തിട്ട് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹേ അവിശ്വാസികളെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദ്, ലാ ഇല്ല, അഅ്ബുദ് ഞാൻ ആരാധിക്കുന്നു, ഞാൻ ആരാധിക്കുന്നില്ല, നിഷേധിക്കുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ലാ ഇല്ല, അഅ്ബുദ് ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅ്ബുദൂൻ മാ ഒന്നിനെ, അതിനെ, തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിന്. താ എന്ന് പറഞ്ഞാൽ ആ തായാനയിലെ ആ എന്നുള്ളത് ഞാൻ, താ എന്നുള്ളത് നിങ്ങൾ. അപ്പോൾ മാ വെച്ചാൽ അതൊന്നിനെ, അതിനെ, തഅ്ബുദൂൻ ഞാൻ ആരാധിക്കുന്നില്ല. അപ്പോൾ എന്താ ഇവിടെ വന്നത്?
ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അന്തും, നിങ്ങളുമല്ല ആബിദൂന ആരാധിക്കുന്നവൻ മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നതിനെ നിങ്ങൾ എന്താകുന്നില്ല, ആരാധിക്കുന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? വലാ അന, ഞാനല്ല താനും. വലാ നിഷേധിക്കാണല്ലോ. അന, ഞാനല്ല താനും. എന്താണ് ഞാനല്ല താനും? ആബിദുൻ ആരാധിക്കുന്നവൻ. മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ എന്താക്കുന്നില്ല, ആരാധിക്കുന്നില്ല. വല അന്തും, നിങ്ങളുമല്ല ആബിദൂൻ ആരാധിക്കുന്നവർ. ഏതിനെ? മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ലക്കും, നിങ്ങൾക്ക്, ദീനുക്കും, നിങ്ങളുടെ മതം, വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം. ഇതാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരാരാധിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അവരും ആരാധിക്കുന്നില്ല. അപ്പോൾ ഈ ഖുർആൻ്റെ സൂറത്തുൽ കാഫിറൂൻ്റെ പ്രമേയം കിട്ടി നമുക്ക്. ശക്തമായ താക്കീതാണ് ഈ സൂറത്ത് നൽകുന്നത്. എന്തിന്? സത്യനിഷേധികൾക്ക്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ഒരു ഇലാഹുമില്ല എന്നുള്ള സന്ദേശം ഈ സൂറത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ തജ്വീദ് നിയമത്തിലേക്ക് നമ്മൾ വരണം. ഒന്നൊന്നായി നമുക്ക് പരിശോധിക്കാം. കുൽ, അവിടെ കാഫിന് ലമ്മാണുള്ളത്. കാഫിന് ലമ്മ് വരുമ്പം ഇസ്തീലായിൻ്റെ അക്ഷരമാണ് കാഫ്. ലമ്മ് വരുമ്പം മൂന്നാമത്തെ ദർജയാണ്. കുൽ, നബിയെ പറയുക. ലാമിനി സുക്കൂനുണ്ട്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ. യാ എന്നുള്ളത് നീട്ടണം. 4 മുതൽ 5 ഹർക്കത്ത് വരെ. അത് മദ് ജായിസാണ്. നീട്ടൽ നിർബന്ധമില്ല. 2 ആയാലും കുഴപ്പമില്ല. 2, 4, 5 ഈ രൂപത്തിൽ നീട്ടാം. എങ്ങനെ? യാ അയ്യുഹൽ കാഫിറൂൻ. ഈ അയ്യുഹ എന്നുള്ളത് വേറൊരു വാക്കാണല്ലോ. അപ്പം ആദ്യത്തിൽ മദ്ദും പിന്നെ വരുന്ന പദത്തിൽ ഹംസയും വന്നാൽ അതിനെ മദ് മുൻഫസിൽ എന്നാണ് പറയുക. അത് 4 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടണം. അത് ജായിസുള്ളൂ, നിർബന്ധമില്ല. പിന്നെ അയ്യുഹൽ എന്നുള്ളിടത്ത് അവിടെ ഒരു ഹംസത്ത് വസൽ കാണാം. ആ ഹംസത്ത് വസൽ ഉച്ചരിക്കാൻ പാടില്ല, കൂട്ടി ഓതുകയാണ് ചെയ്യേണ്ടത്. കാഫിറൂൻ, കാഫിറൂൻ. ആ കാഫിറൂനാണ് അതിനെ നമ്മൾ എന്താക്കി സുക്കൂനിലേക്ക് കൊണ്ടുവന്നിട്ട് വഖഫ് ചെയ്യുകയാണ്. അതിന് തൊട്ടു മുമ്പിൽ വാ മദ്ദുണ്ട്. അതുകൊണ്ട് അവിടെ മദ് ആരിലാണ്. കാഫിറൂൻ, മദ് ആരിൽ. ലാ അഅ്ബുദ്, ലാ എന്നുള്ളൊരു വാക്കാണ്. അവിടെ മദ്ദുണ്ട്. അഅ്ബുദ് എന്നുള്ള വേറൊരു വാക്കാണ്. അപ്പം മദ്ദിന് ശേഷം ഹംസ വന്നത് മറ്റൊരു പദത്തിലായതുകൊണ്ട് മേൽ പറഞ്ഞമായി തന്നെ മദ് മുൻഫസിലാണ്. 4 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടാം. അത് മദ് ജായിസ് എന്നും പറയുന്നു. 2 ഹർക്കത്തായാലും കുഴപ്പമില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. മാ 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. മദ് അസ്ലിയാണ്. തഅ്ബുദൂൻ, ഐന് ശരിക്കും ഉച്ചരിക്കണം. എന്നുള്ള തഅ്ബുദൂൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മദ് ആരിലാണ്. കാരണം സുക്കൂനിലേക്ക് നമ്മൾ നിർത്താണ്. തൊട്ട് മുമ്പിൽ എന്തുണ്ട്? വാവും ഉണ്ട്. വലാ അന്തും, ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ് മുൻഫസിലാണ്. അതേ നിയമം തന്നെ. അന്തും എന്നുള്ളിടത്ത് ആ നൂനിനെ വ്യക്തമാക്കാൻ പാടില്ല. അതിനെ ഇഖ്ഫാ ചെയ്യണം. എന്നിട്ട് വേണം അൻതും എന്ന് പറയാതെ അന്തും എന്നാ പറയണ്ടേ. ആബിദൂന മാ അഅ്ബുദ്. മാ അഅ്ബുദ് നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ. കാരണം മദ്ദിന് ശേഷം ഹംസ വന്ന് മദ് മുൻഫസിലാണ്, മദ് ജായിസാണ്. 4 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടിയാൽ മതി. അല്ലെങ്കിൽ 2 ഹർക്കത്ത് നീട്ടുന്നതിനും കുഴപ്പമില്ല. അഅ്ബുദ് അഅ്ബുദൂന്നാണ്. അഅ്ബുദ് എന്ന് പറഞ്ഞിട്ട് ദാലിന് എന്താക്കണം? കൽക്കല വെച്ചിട്ട് നിർത്തണം. അപ്പോൾ അഅ്ബുദ് കൽക്കലയാണ്. ദാലിന് സുക്കൂൻ വന്നതിനെ കൊണ്ട്. വലാ അന,
വല എന്നുള്ളത് ദീർഘം നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ മദ് മുൻഫസിലാണ്. മദ് മുൻഫസിൽ ഈ സൂറത്തിൽ 7 സ്ഥലത്ത് വരുന്നുണ്ട്. വല അന അംസ അതിന് ശേഷമാണ് വന്നത്. മദ് ജായിസ് അതുപോലെ 4 മുതൽ 5 ഹർക്കത്തുണ്ട്. അനാന്ന് കഴിഞ്ഞിട്ട് ആ നാൻ്റെ നൂനിൻ്റെ മുകളിൽ ഒരു അലിഫ് ഇട്ടിട്ട് ഒരു സിഫർ കാണാം. സിഫർ, ആ സിഫർ നിങ്ങൾ എന്താക്കണം, ഇഗ്നോർ ചെയ്യണം. പിന്നെ ആ സിഫറിന് നമ്മൾ ഉച്ചരിക്കണ്ട. വല അന എന്ന് മാത്രം മതി കേട്ടോ. വല അന ആബിദും മീമിന് എന്തുണ്ട്, ഷദ്ദുണ്ട്. അത് നല്ലവണ്ണം ഉന്നത്ത് ചെയ്തിട്ട് വേണം ഉച്ചരിക്കാൻ. വല അന ആബിദും അബത്തും. അബത്തും എന്നുള്ളത് എങ്ങനെ കിട്ടിയെന്നറിയോ? അബദത്തും എന്നാണ് വായിക്കുമ്പോൾ. എന്ത് വായിക്കുന്നത് നമ്മൾ? അബത്തും. അപ്പോൾ അവിടെ എന്തുണ്ടെന്ന് വെച്ചാൽ ദാലിനെ നമ്മൾ ഉച്ചരിക്കാതെ തായിലേക്ക് എന്താക്കാണ്, പിന്നെ കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഇത് ആ മുത്തകാരിബീനാണ്, മുത്തജാനിസൈനാണ്. ഒരേ വർഗത്തിൽപ്പെട്ട 2 അക്ഷരങ്ങളാണ്, പിന്നെ ഒരേ മഹർജിൽ വരുന്ന 2 അക്ഷരങ്ങളാണ് ദാലും താവും. അപ്പോൾ ആദ്യത്തെ ദായിനെ ഉച്ചരിക്കാതെ രണ്ടാമത്തെ തായിലേക്ക് എന്താക്കണം, ഇദ്ഗാം ചെയ്യണം. ഇങ്ങനെ ഇദ്ഗാം ചെയ്യുന്നതിനെയാണ് ഇദ്ഗാം മുത്തജാനിസൈൻ എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് മാ അബത്തും എന്നുള്ളിടത്ത് മുത്തജാനിസൈനാണ്. വലാ അന്തും ആബിദൂന മാ അഅ്ബുദ്. ഈ ഒരു ലൈൻ തന്നെയാണ് മേലെ മൂന്നാമത്തെ വചനമായി ഉച്ചരിക്കുന്നത്. അപ്പോൾ അതേ നിയമം തന്നെയാണ് ഇവിടെയുള്ളത്. ഇനി ലക്കും മീമിന് സുക്കൂന് വന്ന്, ദീനുക്കും അവിടെ മീമിന് സുക്കൂന് വന്ന്. അപ്പം മീമിന് ശേഷം 15 അക്ഷരമായിട്ടുള്ള ഇഖ്ഫാ ഹക്കിക്ക് വന്നിരിക്കണം. ഒന്നിൽ ദാല്, മറ്റേതിൽ പിന്നെ ലക്കും ദീനുക്കും. അവിടെ മീം കഴിഞ്ഞിട്ട് ചെറുങ്ങനെ ഒന്ന് എന്താക്കണം, ഇൽഹാർ ചെയ്യണം. ലക്കും ദീനുക്കും വലിയദീൻ. വലിയദീൻ എന്നുള്ളതിന് നമ്മളെ വലിയ ദീനീന്നാണ്. അതിന് സുക്കൂനിട്ട് മാറ്റിയിട്ട് തൊട്ട് മുമ്പിൽ യാ വന്നതുകൊണ്ട് അവിടെയും മദ് ആരിലാണ്. ഇതാണ് ഈ സൂറത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിശദീകരണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താക്കണം, സൂറത്തുൽ കാഫിറൂന് പഠിക്കണം. അങ്ങനെ ഓരോ സൂറത്തുകളായിട്ട് നമുക്ക് പഠിച്ച് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കണം. അള്ളാഹു നമ്മുടെ ഈ ഒരു സദുദ്യമത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായി എല്ലാ വക്തിലും പ്രാർത്ഥിക്കുക. ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളാഹു തൗഫീഖ് നൽകാനും കഴിയട്ടെ. അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.